ഞാൻ ഫസ്റ്റ് ടൈം ജോഡി ആന്റണി സാറിനെ കാണുന്നത് പാൻറില്ലാതെ നിൽക്കുമ്പോഴാണ്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഞാനടക്കം വീഡിയോ കാണുന്ന സമയത്ത് 2 പേർ ഉണ്ട് എന്നാണ് ശരിക്കും. പിന്നീട് മനസ്സിലായത് 2 പേര് ഒരാളാണ്. എല്ലാത്തിനും ഡ്യൂപ്പായിട്ട് നിന്ന് വരുന്ന ആള് എന്റെ നേരത്തായുള്ള അനിയനാണ്. അവനെ ഡ്യൂപ്പ് വെച്ചിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ചെയ്തു. അവിടെയാണ് കൺഫ്യൂഷൻ കൂടിയത്. അവന്റെ സജഷൻ ഷോട്ടിലൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, അവൻ എന്റെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട്. പക്ഷെ ഇത് ആദ്യ വീഡിയോ നമ്മൾ ഈ ഡബിൾ റോൾ ഇട്ട സമയത്ത് അതിന്റെ കമന്റ് ബോക്സിലാണ് വന്ന് തുടങ്ങിയത്, ഈ ഇവന്മാര് ഉഷാറാണല്ലോ, ഏട്ടൻ അനിയൻ ഉഷാർ. അങ്ങനെ ഈ ഓഡിയൻസ് ആണ് ഇത് ഏട്ടൻ അനിയൻ എന്നൊക്കെ. നമ്മളെവിടെയും ഏട്ടൻ അനിയൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പൊതുവെ അങ്ങോട്ട് കയറി പരിചയപ്പെടാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. എന്റെ അടുത്തിരിക്കുന്ന ആളോട് ഹായ് ഹലോ ആ സാധനം തീരെ ഇല്ലാത്ത ഒരാളാണ്. ഈ അടുത്ത് ചെന്നൈയിൽ പോകുമ്പോൾ ഫ്ലൈറ്റിൽ അർജുൻ ദാസ് ഉണ്ട് തൊട്ടടുത്ത്. ചെന്നൈ വരെ എത്തുന്ന വരെ എന്റെ പ്രശ്നം എനിക്കൊരു ഹലോ ഹായ് പറയണം എന്നുണ്ട്, പക്ഷെ പറ്റണില്ല. അതായത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട്, കൈയൊക്കെ ഇങ്ങനെ വിറക്കുക. ചെന്നൈ എത്തുന്ന വരെ നമ്മൾ മനസ്സിലിങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്താ പറയേണ്ടത്, ഹലോ ഹായ്, പക്ഷെ പറ്റണ്ടേ, അതാണ് പ്രശ്നം. ഇതിപ്പോ ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ചെന്ന് കഴിയുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കായാലും ഈ റീൽസും ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെ താല്പര്യങ്ങൾ ഉണ്ടാവില്ല, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അവൻ പറയാം അതിനൊന്നും എനിക്ക് പറ്റൂല, കാരണം പുള്ളിക്ക് അത്രയും ഷൈയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി കല്യാണം വേണ്ട വെക്കട്, ഒന്നെങ്കിൽ രജിസ്റ്റർ മാരേജ് അല്ലെങ്കിൽ കോവിഡ് കല്യാണം, ഇതേ ഇവന് താല്പര്യമുള്ളൂ. പണ്ട് സിനിമ കാണരുത്, സിനിമ ഹറാമാണ് ഒക്കെ പറഞ്ഞു കേട്ട് പഠിച്ച ഒരു ഗ്രാമത്തിൽ വളർന്ന ആളാണ് ഞാൻ. പിന്നെ നമുക്ക് ടിവിനെ നമ്മള് ചെറുത്താൻപെട്ടി എന്ന് പറയും, പിശാജിന്റെ ബോക്സ് എന്ന് പറയും. എന്റെ വീട്ടിൽ 2 TV ചെറുത്താൻപെട്ടികളുണ്ട്. ലവ് മാരേജ് ആയിരുന്നു. അതെ അതെ. എവിടുന്നാണ് കണ്ടുപിടിച്ചത് ശരിക്കും? +2 പഠിക്കുമ്പോൾ. മാരേജ് കഴിയുമ്പോൾ നമ്മൾ 2 ആൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കുറെ ശീലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവും. അത് പലപ്പോഴും ഞാൻ മനഃപൂർവ്വം വിചാരിക്കും ഞാനിങ്ങനെ മാറേണ്ട ആവശ്യമില്ല, എന്തിനാ ഞാൻ മാറേണ്ടത്, എന്റെ വീട് എന്റെ റൂമല്ലേ. എന്നിട്ട് ആ ഡോറിന്റെ അടുത്ത് എത്തുമ്പോ ബെഡിലേക്ക് നോക്കുമ്പോ എന്തോ ഒരു പ്രയാസമാണ്. ഡ്രസ്സിങ് ഏരിയയിൽ ഒരു വലിയ മിററുണ്ട്, അപ്പൊ അതിന്റെ മുകളിൽ നോട്ട്സ് ഉണ്ടാവും. അപ്പൊ ഇന്ന് രാവിലെ ഞാനൊരു നോട്ട് കണ്ടിട്ടുണ്ട്. അതൊന്നുമില്ല, അത് നിങ്ങൾ ഇന്റർവ്യൂവിന് വരും എന്നുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു കുറച്ച് വൃത്തിക്കും മെനക്കൊക്കെ നിൽക്കണം. ഇയാള് വന്നപ്പോഴാണ് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു പേപ്പറും ഈ നോട്ട്സും ഒക്കെ കാണുന്നത്. എണീറ്റ് ഞാൻ ആ ഡ്രസ്സിങ് ഏരിയന്റെ ഡോറ് തുറക്കുമ്പോ നോട്ട് കണ്ട അപ്പൊ മനസ്സിലായി, ഓ എന്താ പണി. എല്ലാ ആൺകുട്ടികളുടെ ലൈഫിൽ ഒരു പെൺസുഹൃത്ത് വേണമെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ഇപ്പൊ ചില ആൾക്കാർ പറയാം അത് ആവശ്യമില്ല, അതായത് അങ്ങനെ ഞാൻ ഒരിക്കലും പറയുന്നില്ല, അതുണ്ടെങ്കിൽ രസമാണ്. പക്ഷെ അതില്ലാത്ത ലൈഫ് ബോറിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നെ വിളിച്ചിട്ട് എന്താ ജാസെ സുഖല്ലേ, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കാൻ ഒരു 1-2 ആളൊക്കെ ഉണ്ടാവും. അതന്നെ വളരെ റയർ. അത് എൻ്റെ പ്രശ്നം കേട്ടോ. ലൈഫിൽ ഇങ്ങനെ ഓരോ പ്രായം കഴിഞ്ഞ് വരുന്നതിനനുസരിച്ച് ഇപ്പം ഞാൻ കൂടുതൽ അകലാനാ ശ്രമിക്കുക. ഒരാളോടും സൗഹൃദം വന്നു കഴിഞ്ഞാൽ അധികം അടുക്കണ്ടെന്ന് മനഃപൂർവ്വം ഞാൻ എന്നോട് തന്നെ പറയാം, അടുക്കണ്ട. ബന്ധം പേടിയാണ് സത്യം പറഞ്ഞാൽ. ഒരു പരിധി വിട്ട ബന്ധങ്ങളിലേക്ക് പോയിട്ട് നാളെ അത് എന്തെങ്കിലും ഒന്ന് മതി, എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ചിലപ്പോൾ വർഷങ്ങളോളം ആ വിഷമം കൊണ്ട് കിടക്കും. എവിടെയോ നല്ല പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്ക് സ്റ്റോറി എന്തോ ഉണ്ട്. ബാക്ക് സ്റ്റോറി ഇല്ലാത്ത ആരുമില്ല, എനിക്കുണ്ട് നിനക്കുണ്ട്. ചില സമയത്ത് ഞാൻ ആലോചിക്കും, അത് ആലോചിച്ച് വിഷമിക്കുന്നതിനൊരു സുഖമുണ്ട്. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോർസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ഹായ് ഹലോ നമസ്കാരം. സൈന സുദ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. സോഷ്യൽ മീഡിയയിലൂടെ കോണ്ടന്റ് ക്രിയേറ്റിലൂടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ഇന്നെൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹിജാസ് ഇക്ബാൽ, സ്വാഗതം. ഈ കൊറോണ കാലഘട്ടത്തിലാണ് ഒത്തിരി യൂട്യൂബേഴ്സും അതുപോലെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉടലെടുത്തെന്ന് പറയാം. കാരണം ഒരുപാട് വെറൈറ്റി വീഡിയോസ് ചെയ്യുന്നു. എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ആളുകൾ മാത്രമേ ഉള്ളൂ. കൊറോണ സമയത്ത് ഈ കോണ്ടന്റ് ക്രിയേഷനിൽ തന്നെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വീഡിയോസ് ചെയ്ത ഒരാളാണ് ഹിജാസ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കൊറോണ സമയത്ത് ഒരു ചുമ്മാ ടൈം പാസിന് ചെയ്ത ആള് ഇന്നിപ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്യാണ് ഓരോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി ഈ പറഞ്ഞ പോലെ കൊറോണ സമയത്ത് ആ ഒരു ബ്രേക്കിൽ ചെയ്ത് തുടങ്ങിയാണ് ടൈം പാസിന്. അപ്പോൾ ഇതിലൊരു വീണ്ടും തുടർന്ന് ചെയ്യാൻ കിട്ടിയ ഒരു ഊർജം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുടെ ഈ സപ്പോർട്ട് തന്നെയാണ്. പിന്നെ ഞാൻ പൊതുവെ ഭയങ്കര ബ്രേക്ക് എടുത്തിട്ടാണ് ചെയ്യുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല കൊറോണക്ക് ശേഷം. കുറച്ച് സ്ലോ ആണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതിൽ സന്തോഷം. അപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് ഒരു എന്റർടൈൻമെന്റ്, എൻ്റെ ഒരു എൻജോയ്മെന്റ് എന്നുള്ള സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ
എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് വരുമ്പോൾ എനിക്കത് അത്രയും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ നമ്മൾ കുടുകുടാ ചിരിപ്പിക്കുന്ന ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്. ഇപ്പൊ കുറച്ച് ഇന്റർവേർട്ട് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ റീലല്ല റിയൽ എന്നൊക്കെ പറയണ പോലെ. അല്ല, അത് ഇപ്പൊ പേഴ്സണൽ ലൈഫിൽ ഞാൻ അത്ര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആളല്ല. പിന്നെ എനിക്ക് അങ്ങനെ വലിയൊരു സർക്കിളൊന്നുമില്ല, വലിയൊരു ഫ്രണ്ട് സർക്കിളൊന്നും. ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഇല്ലാന്നല്ല, പക്ഷെ അങ്ങനെ എല്ലാവരുടെ സർക്കിളിലേക്കും പോകാൻ പറ്റുന്ന ഒരാളാണ്. എന്നാൽ എനിക്കായിട്ടൊരു സർക്കിൾ ഇല്ലാത്ത ഒരാളാണ്. അതായത് അവർക്കൊക്കെ വേറെ വേറെ സർക്കിളുകളുണ്ട്. അപ്പൊ ഞാൻ എല്ലാത്തിലേക്കും എന്നെ കൂട്ടും, പക്ഷെ നമ്മളൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് സർക്കിളൊന്നും ഇല്ല. ഞാൻ പൊതുവെ അങ്ങോട്ട് കയറി പരിചയപ്പെടാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. എന്റെ അടുത്തിരിക്കുന്ന ആളോട് ഹായ് ഹലോ ആ സാധനം തീരെ ഇല്ലാത്ത ഒരാളാണ്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ തോന്നും ചില സമയത്ത് പരിചയപ്പെട്ടാലോ എന്നൊക്കെ. ഈ അടുത്ത് ചെന്നൈയിൽ പോകുമ്പോൾ ഫ്ലൈറ്റിൽ അർജുൻ ദാസ് ഉണ്ട് തൊട്ടടുത്ത്. ചെന്നൈ വരെ എത്തുന്ന വരെ എന്റെ പ്രശ്നം എനിക്കൊരു ഹലോ ഹായ് പറയണം എന്നുണ്ട്, പക്ഷെ പറ്റണില്ല. അതായത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട്, കൈയൊക്കെ ഇങ്ങനെ വിറക്കുക. പുള്ളി കൂളായിട്ടാ സൈഡിലിരിക്കണേ. പുള്ളി ഒരു പ്രശ്നമില്ല, പുള്ളി ഒന്ന് ജസ്റ്റ് ക്യാപ്പ് ഇങ്ങനെ താത്തി ഒന്ന് കിടന്നു. പക്ഷെ എനിക്ക് ചെന്നൈ എത്തുന്ന വരെ നമ്മൾ മനസ്സിലിങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്താ പറയേണ്ടത്, അല്ല ഹലോ ഹായ്. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ള നടന, അത്ര അടിപൊളി ആർട്ടിസ്റ്റാ, പക്ഷെ പറ്റണ്ടേ, അതാണ് പ്രശ്നം. അവസാനം ചെന്നൈയിൽ ലാൻഡ് ചെയ്ത സമയത്ത് അത്ര നേരത്തെ 1.5 മണിക്കൂറിന്റെ ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ പുള്ളിയോട് ഹായ് എന്ന് പറഞ്ഞ് ഒരു കൈ എടുത്ത് ഞാൻ ചോദിച്ചു ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഫോട്ടോയും എടുത്തു. എന്നോട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ജോലിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനിങ്ങനെ ഒരു ചെയ്യുന്നതോ ഇൻസ്റ്റാഗ്രാമോ ഇതിൽ വിഷയം ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇങ്ങനെ കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത്, ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ചിലപ്പോൾ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ ഇതേപോലെ ചില ആൾക്കാർ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാനുള്ള ഉഷാറാണ്. ഞാൻ പുള്ളിയുടെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിക്കും. ആ ട്രാക്കിൽ വന്നാൽ അങ്ങനത്തെ ഒരാളാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇങ്ങനെ കഥകള്, അങ്ങനെ കുറെ കഥകൾ കിട്ടിയതുണ്ട്. ഞാനടക്കം വീഡിയോ കാണുന്ന സമയത്ത് 2 പേർ ഉണ്ട് എന്നാണ് ശരിക്കും. പിന്നീട് മനസ്സിലായത് 2 പേര് ഒരാളാണ്. കാരണം ആൾക്കാർക്ക് കൺഫ്യൂഷൻ, ഇതിൽ മേക്കപ്പ് ഇല്ല, ജസ്റ്റ് ഒരു ക്യാപ്പ്, ചെറിയൊരു ലുക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരു മേക്കപ്പിൽ ഒരു ചേഞ്ചസ് ഇല്ല. എങ്കിലും ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നു, ഭാഷയിൽ വ്യത്യാസം കൊണ്ടുവരുന്നു, ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം കൊണ്ടുവരുന്നു. അങ്ങനത്തെ 2 ആളുകളാണെന്ന് വിശ്വസിപ്പിക്കുകയാണ്. അത് പലർക്കും ആദ്യം ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് ഇത് 2 പേരും ഒരാളാണെന്ന് മനസ്സിലായത്. എങ്ങനെയാ ആളുകളെ ഇത്രയും പറ്റിക്കാൻ പറ്റണത്? അല്ല, പറ്റിച്ചതല്ല. സംഭവം എന്താ വെച്ചാല് ഈ കോവിഡ് സമയത്ത് എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, ഒരു സിസ്റ്ററും ഉണ്ട്. പക്ഷെ ഈ ബ്രദേഴ്സ് ഒന്നും ക്യാമറയുടെ മുന്നിൽ വരാനോ അങ്ങനെ ചെയ്യാനൊന്നും റെഡി ആയിട്ടുള്ള ആൾക്കാർ. ബാക്കിൽ എല്ലാവിധ സപ്പോർട്ട് അവരാ. കണ്ടന്റ് വേണമെങ്കിൽ എന്റെ കൂടെ ഇരുന്ന് കണ്ടന്റ് മാക്സിമം കോമഡി ആക്കി തരും, ഒക്കെ ശരിയാണ്. എല്ലാത്തിനും ഡ്യൂപ്പായിട്ട് നിന്ന് വരുന്ന ആള് എന്റെ നേരത്തായുള്ള അനിയനാണ്. അവനെ ഡ്യൂപ്പ് വെച്ചിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ചെയ്തു. അവിടെയാണ് കൺഫ്യൂഷൻ കൂടിയത്. അവന്റെ സജഷൻ ഷോട്ടിലൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അവൻ എന്റെ ഡ്രസ്സ് ഡീപ്പിച്ചിട്ട്. ഇപ്പൊ അയാൾ ഖത്തറിൽ വർക്ക് ചെയ്യാം, ഇപ്പൊ അയാളില്ല. അപ്പോ പക്ഷെ ഇത് ആദ്യ വീഡിയോ നമ്മൾ ഈ ഡബിൾ റോൾ ഇട്ട സമയത്ത് ഞാൻ ജസ്റ്റ് വേറൊരാള്, 2 ആള് വേണമല്ലോ ഒരു കോൺവെർസേഷൻ, അങ്ങനെ ചെയ്തു. ആ ചെയ്ത വീഡിയോയിൽ ഈ ആറ്റിറ്റ്യൂഡിന്റെ ഒരു ചേഞ്ച് മാത്രമാണ് കൊടുത്ത്. അതായത് ഒരാൾക്ക് കുറച്ചൊരു മെച്ചോർഡ് ആറ്റിറ്റ്യൂഡ് കൊടുത്തു, ഒരാൾക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്തപ്പോൾ അതിന്റെ കമന്റ് ബോക്സിലാണ് വന്ന് തുടങ്ങിയത് ഈ ഇവന്മാര് ഉഷാറാണല്ലോ, ഏട്ടൻ അനിയൻ ഉഷാർ. അങ്ങനെ ഈ ഓഡിയൻസ് ആണ് ഇത് ഏട്ടൻ അനിയൻ എന്നൊക്കെ. നമ്മളെവിടെയും ഏട്ടൻ അനിയൻ എന്നൊന്നും പറഞ്ഞില്ല. നമ്മൾ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്താൽ അതിലൊന്നും ബ്രദേഴ്സ് അല്ല, അതിൽ ബ്രോക്കറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കല്യാണ ചക്കര. ഒരിക്കലും നമ്മളൊരു ബ്രദർ ലോക്കിലേക്ക് കൊണ്ടുപോയില്ല. പക്ഷെ കൂടുതൽ ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് ഈ സഹോദരങ്ങള്, ബ്രദർ എന്നൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അറിയാതെ പിന്നീട് എന്റെ കുറെ കണ്ടന്റ്സും നമ്മൾ ആ ലൂപ്പിലേക്ക് നമ്മൾ പെട്ടുപോയി. എനിക്ക് പിന്നെ ഈ അനിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വേറൊരു ക്യാരക്ടറായിട്ട് മീൻസ് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ ഞാനത് ബ്രേക്ക് ചെയ്യണത് ഒരുപാട് വീഡിയോസ് പിന്നെ ഏട്ടൻ അനിയൻ തന്നെ വന്നു. അവസാനം ഞാൻ ആ ലൂപ്പ് കുടുങ്ങി. എനിക്ക് വേറൊരു സാധനം ചെയ്യാൻ പറ്റില്ല, ഒരു ഡോക്ടറായിട്ടോ ഒരു പോലീസായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ ഞാനതൊരു റേഷൻ കടേന്റെ റീല് ചെയ്തിട്ട് അതങ്ങോട്ട് ബ്രേക്ക് ചെയ്തു. അതായത് ഒരാള് റേഷൻ കടക്കാരൻ, ഒരാള് വാങ്ങുന്നത്. അപ്പൊ അവിടെ ആ ഒരു ലോക്ക് ഞാൻ ബ്രേക്ക് ചെയ്തു, ഏട്ടൻ അനിയൻ എന്നുള്ള ബ്രേക്ക് ചെയ്തു. ഈ പൊതുവെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം, നമ്മൾ സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ഈ പറഞ്ഞ പോലെ റേഷൻ കട, ഈ വീട്ടില് ബ്രദേഴ്സ് തമ്മിലുള്ള റെയ്ഡ്, അതുപോലെ തന്നെ ഇപ്പൊ ഒരു നമ്മുടെ പൂക്കി വെഡിങ്, അതും ഭയങ്കര രസമായിരുന്നു. അത് ഈ സമയത്ത് പോകുന്നതാ. എനിക്കത് ഹിജാസിന്റെ കല്യാണ സമയത്തൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. ഇപ്പത്തെ ഒരു കാലഘട്ടമാണല്ലോ. ഇതെങ്ങനെ ഇത്തരം കോണ്ടന്റ്? നമ്മളെ കല്യാണ സമയത്ത് മറ്റേ ആൽബം മറച്ചിട്ടുള്ള ആ ആൽബം ഒന്നും ഇപ്പൊ ആർക്കില്ല. അല്ല, അതെന്താ വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന പറയുമ്പോ ഇപ്പോ എന്റെ കസിൻസ് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിന്റെ സിസ്റ്റേഴ്സ് അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടാവും, +1 +2. ഇവരുടെ അടുത്ത് നിന്നൊക്കെ നമ്മള് കേൾക്കുന്ന വാക്കുകളൊക്കെ ഭയങ്കര ഡിഫറെന്റ്. ഇപ്പൊ ഈ ജൻസി വാക്കുകൾ ഉണ്ടല്ലോ, പലതും മനസ്സിലാവില്ല. ഈ അടുത്ത് എന്തോ ഒരു വാക്കുണ്ടല്ലോ, സ്കിബിഡിയോ. അപ്പൊ
എന്തോ പറഞ്ഞപ്പോ ഒരു ഫ്രണ്ടിന്റെ അനിയത്തി സ്കിബിഡി എന്തോ സംഗതി പറഞ്ഞേ. അപ്പൊ ഞങ്ങള് രണ്ടാൾക്കും ഇത് മനസ്സിലല്ലോ. നമ്മളാദ്യം വിചാരിക്കും നമ്മളെ പറ്റി എന്തോ നല്ലത് പറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ വാക്കർത്ഥം ഭയങ്കര മോശമാണെന്ന് പിന്നെ മനസ്സിലായി. ആളെന്തോ പ്രശ്നക്കാരനാണെങ്ങാനാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു അത്. അപ്പോഴാണ് ഈ പൂക്കി എന്നുള്ള വാക്കേട്ട. എനിക്ക് ആക്ച്വലി പൂക്കി എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താ ഈ പണ്ട് നമ്മളാ അങ്ങനെ എന്തോ വാക്കർത്ഥാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ കല്യാണത്തിന്റെ ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ റീൽസിലൂടെ ആയാലും, പിന്നെ നമ്മൾ പല പരിപാടിക്കും പോകുമ്പോൾ നമ്മളെ ഓഡിയൻസ് ആണല്ലോ കല്യാണത്തിന്. നമ്മളടുത്ത് ഇരിക്കുന്ന ആളുകൾ, പ്രായമുള്ള ആളുകളൊക്കെ പറയണത് കേൾക്കാം, എന്തൊക്കെ മാഞ്ഞാലാണ് ഇപ്പൊ അങ്ങനെയൊക്കെ പറയും. നമ്മള് മലപ്പുറത്തൊക്കെ വെഡിങ്ങിന് പോകുമ്പോൾ ഓരോരുത്തർ ഓരോ മാഞ്ഞാലെന്നാ പറയാ, ഓരോ മാഞ്ഞാലാണ് ഇതൊക്കെ. പണ്ടൊന്നും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് ഇപ്പൊ. അപ്പൊ ആൺകുട്ടികളെ പ്രശ്നം, ഇപ്പൊ ഒരു ആൺകുട്ടികളെ കല്യാണം കഴിക്കുകയാണ്, എന്തൊക്കെ ഇപ്പൊ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയും. പിന്നെ ഞാൻ നമ്മളെ ഏജിലൊക്കെ ഉള്ള ആൾക്കാർ, ഇനിയും കല്യാണം കഴിക്കാനുള്ള ആൾക്കാർ, അപ്പൊ അവരൊക്കെ ഒരു ചെറിയ ടെൻഷനല്ല. അപ്പൊ ഈ അടുത്ത് എന്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ അവന് മാരേജ് ഒക്കെ നോക്കുന്നുള്ളൂ. അപ്പൊ എന്നോട് ജെനുവിനായിട്ട് പറഞ്ഞ പേടിയാണ് ശരിക്കും കണ്ടന്റ്. അവൻ പറഞ്ഞു എന്താ ചെയ്യാ, എന്താ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറയണതിന്റെ കാരണം? അവന് വേണ്ടായിട്ടല്ല, നല്ല താല്പര്യമുണ്ട്, പക്ഷെ ഇത് ഈ പരിപാടി ഒന്നും നടക്കൂല. ഒന്നെങ്കിലും രജിസ്റ്റർ മാരേജ് അല്ലെങ്കിൽ കോവിഡ് കല്യാണം, ഇതേ ഇവന് താല്പര്യമുള്ളൂ. ഞാൻ പറഞ്ഞു ഇതിപ്പോ ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ചെന്ന് കഴിയുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കായാലും ഈ റീൽസും ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെ താല്പര്യങ്ങൾ ഉണ്ടാവില്ല, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അവൻ പറയാം അതിനൊന്നും എനിക്ക് പറ്റൂല, കാരണം അത്രയും പുള്ളിക്ക് അത്രയും ഷൈയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി കല്യാണം വേണ്ടാന്ന് വെക്കട്. അപ്പൊ അതൊരു ഭയങ്കര സങ്കടമായി കേട്ടപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾക്ക് നമ്മളെ രീതി ചെയ്താൽ പോരെ, പറയാലോ. ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രൈഡ് ആണെങ്കിൽ നമുക്ക് പറയാലോ എനിക്ക് എങ്ങനെ. അപ്പോൾ പറയണത് ഓക്കെ നമുക്ക് പറയാം, ചിലപ്പോൾ ഇത് ഓക്കെ ആവുമായിരിക്കും, പക്ഷെ അവിടെ തന്നെ തുടങ്ങിയില്ലേ കോൺഫ്ലിക്റ്റ്. അതായത് അയാളുടെ വൈബിനൊത്ത ആളല്ല എന്ന് ഫീൽ ചെയ്യണോട് കൂടി അന്ന് മുതൽ പിന്നെ അങ്ങോട്ടുള്ള ലൈഫ് മൊത്തം പോകേണ്ടതല്ലേ ഈ സംഗതി. ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ തോന്നി ഇതൊരു സീരിയസ് ഇഷ്യൂ ആണെന്ന് ഇങ്ങനെ തോന്നി. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ ടെൻഷൻ ഉണ്ട്. ഈവൻ എന്റെ അനിയന് പോലും ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നത്. കാരണം ആള് കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. കല്യാണം കഴിക്കാൻ ഇതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, പേഴ്സണൽ സ്പേസ് ചിലപ്പോൾ നമ്മളെ ഭാര്യമാരെടുത്തോ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തൊക്കെ ഭയങ്കര റൊമാൻറ്റിക്കും കുറച്ചൊക്കെ ക്രിഞ്ച്, കാരണം പൈങ്കിളിയാണ് ഈ സാധനങ്ങളൊക്കെ. പക്ഷെ അത് വീഡിയോ എടുത്ത് റീൽസ് ഇടുക അല്ലെങ്കിൽ ഒരു വലിയ ഇവന്റിൽ സ്റ്റേജിൽ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതൊരു ഷൈ ഉണ്ടാവും. അല്ലാതെ ഇവർ പേഴ്സണൽ ലൈഫിൽ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ എന്നോടാണ്, ഞാനാണ് ഈ കാലത്ത് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പരിപാടികൾക്കൊക്കെ എനിക്കും ഭയങ്കര മടിയായിരിക്കും. പക്ഷെ ഇതിനേക്കാ ഭയങ്കരമായിരിക്കും ഞാൻ എന്റെ പേഴ്സണൽ സ്പേസിൽ. അല്ല അതെല്ലാരും അങ്ങനെ ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന ചിലപ്പോ പുറത്ത് അങ്ങനെ ഒരു അന്തർമുഖരായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അവരുടെ വൈഫിന്റെ അടുത്തോ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തോ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാൾ ലെവലില്. കാരണം എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്, ഈവൻ പെൺകുട്ടികളെയും പരിചയമുണ്ട് ആൺകുട്ടികളെയും പരിചയമുണ്ട്. അത് ആ ഒരു കംഫർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ ജഡ്ജ് ചെയ്യുക ഇതിന്റെ മുകളിലാണ്. ഇതിനൊന്നും താല്പര്യമില്ല, ഇങ്ങനത്തെ സ്റ്റേജിൽ കയറി ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, അപ്പൊ അവൻ ബോറനാന്നുള്ളൊരു സാധനം ചെറുതായിട്ടെങ്കിലും ഈ ഒരു ചെറിയ ജനറേഷന്റെ അടുത്ത് വരുന്നുണ്ടോ തോന്നുക. പക്ഷെ അങ്ങനല്ല, ആക്ച്വലി അങ്ങനല്ല. അത് ചില ഈ പബ്ലിക് ആവാൻ മടിയുള്ള ആൾക്കാരാണ്, അത്രേ ഉള്ളൂ. എനിക്കത് ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പെൺകുട്ടികളും ചിലപ്പോൾ മാറി ചിന്തിച്ച് കാണും. ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കുള്ള ഒരു ഫീലിങ്സും കൂടെ മാറി ചിന്തിച്ചോന്ന് അറിയില്ല. എന്നോട് കുറച്ച് ശത്രുത ഉണ്ടോന്നൊരു സംശയമുണ്ട്. അല്ല, അതിന്റെ ഒരു കസിൻ പറഞ്ഞു ഹോസ്റ്റലില് ഞാൻ ഈ അടുത്ത് 2 വീഡിയോ ഇട്ടു. ഒന്നൊരു കല്യാണം, ഒരു ഏജൻസിയിൽ കല്യാണം ആലോചിച്ച് വരുന്നൊരു ആളെ പറ്റിയും, പിന്നെ ഈ പൂക്കി വെഡിങ്. ഇത് രണ്ടും ഇട്ടപ്പോഴത്തേക്ക് ഞാൻ എന്തോ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണോ എന്നുള്ള ഒരു സാധനം, അതായത് ഇവർ മൊത്തത്തിൽ നമുക്കെതിരാണല്ലോ എന്നുള്ളൊരു ട്രെൻഡ്. അപ്പോൾ എന്നോട് ഒരു ഹോസ്റ്റലിൽ പഠിക്കണ എൻ്റെ കസിൻ പറഞ്ഞ്, ജസ്കാക്കെ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമൊക്കെ ഇനി, പക്ഷെ ഇപ്പൊ ഈ 2 കണ്ടന്റ് ഇട്ടപ്പോ ആർക്കും അങ്ങനെ ഇഷ്ടമായില്ല, നിങ്ങൾ വല്ലാണ്ട് നമ്മളങ്ങനെ കളിയാക്കണേ. നമ്മൾ കളിയാക്കല്ല, കാര്യം പറഞ്ഞേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ചെറിയൊരു എതിർപ്പുണ്ട്, ഇങ്ങനെ പറയണ്ട അയാള് കുറച്ച് തന്ത വൈബാണ്, ഒരു അമ്മക്കെതിരാണെന്നുള്ള ഒരു സാധനം ഉണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, നമ്മളെവിടെ ആരെയും ഹെർട്ട് ചെയ്യണം എന്ന് വെച്ചിട്ട് ചെയ്തതല്ല. അപ്പൊ പിന്നെ ഞാൻ ആരൊക്കെയോ ഈ എന്റെ വീഡിയോ എടുത്ത് സ്റ്റോറി ഇടുമ്പോൾ എഴുതിയ കണ്ട മിക്കവാറും പൂക്കികളുടെ ശത്രുവായി ഉണ്ടാവും ഇയാള്. അതുകൊണ്ട് ഞാനത് പ്രത്യേകം ഞാൻ വേറൊരു സ്റ്റോറി ഇട്ടു. ഞാൻ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യല്ല, കണ്ടന്റ് ക്രിയേഷൻ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് കുറെ പെൺകുട്ടികൾ മെസ്സേജ് അയച്ചു, അതൊക്കെ അങ്ങനെ പറഞ്ഞു. ഓക്കെ, നമുക്ക് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യണത് നമുക്ക് ഇഷ്ടമല്ല, ഒരു കണ്ടന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ പറഞ്ഞു. ഞാനത് അംഗീകരിച്ചു, കാരണം ഞാനൊരിക്കലും ഒരു ക്രിട്ടിക് അല്ല, ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യല്ല. കാരണം നമുക്ക് ആരെയും അങ്ങനെ ഒരു വെറുപ്പിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ ഹെയ്റ്റ് സമ്പാദിക്കണമെന്നോ എന്നുള്ള ഒരു താല്പര്യമില്ല. കാരണം
എനിക്കൊരു എന്റർടൈൻമെന്റ്, അത് കാണുന്നവർക്ക് എന്റർടൈൻഡ് ആവണം, അത്രേ ഉള്ളൂ. റെയ്ഡ് വീഡിയോ ആളുകൾ എപ്പോഴും പറയുന്ന റെയ്ഡ് അതേപോലെ കുറെ ആൾക്കാരെടുത്ത് നമ്മള് രണ്ടുപേര് വീട്ടിലുണ്ടെങ്കിൽ അത് സ്ഥിരമുള്ള കാര്യമാണ് അടിച്ചു മാറ്റല് അല്ലേ. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വൈഫ് അതിൽ ചെറുതായിട്ട് അത് വേറെ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറെ സർക്കിളൊന്നും ഇല്ല. ഒരു പെൺകുട്ടിനെ വിളിച്ചു കൊണ്ടുവരാൻ ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനത്തെ. ഇപ്പൊ ഇനി നമ്മളെ ഏജിലുള്ള പെൺകുട്ടികളാണെങ്കിൽ മറ്റേ കുടുംബം കുട്ടികളായിട്ട് ആയ ആൾക്കാരാണ്. അപ്പോൾ വൈഫിനെ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ടി ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ആള് എല്ലാത്തിനും സപ്പോർട്ടാണ്. എന്റെ കോസ്റ്റ്യൂമറാണ്, ക്യാമറന്റെ ബാക്കിൽ എന്റെ എന്താ ലുക്ക് നിൽക്കുന്ന ആളാണ്. ഒക്കെ ശരിയാണെങ്കിലും ഇതിന്റെ മുന്നിലേക്ക് ആർക്കും താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാല് കണ്ണ് മാത്രം മതി, ഫേസ് കാണിക്കണ്ട. അപ്പൊ പിന്നെ റെഡിയാന്ന് പറഞ്ഞ എല്ലാം കൂടി ഒടിച്ചു പടക്കി അൽമാര കയറ്റി. പക്ഷെ ആളുടെ കുറെ വ്ലോഗിങ് വന്നിട്ടുണ്ടല്ലേ. വൈഫ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യും. ഫോണിൽ ഇങ്ങനെ ചുമ്മാ വെറുതെ സ്നാപ്പിന്റെ ആളാ. അപ്പൊ അതുപോലെ ഇങ്ങനെ ഓരോന്ന് എടുത്തിടും. ആളൊരു ഡോക്ടറാണ്. സോ ഞാൻ ഒരു ദിവസം ഒരു പാരഗ്രാഫ് ഡോക്ടറെ പറ്റിയിട്ട് നന്നായിട്ട് എഴുത്തിലൂടെ മാക്സിമം എഴുതിയിട്ടുണ്ട്. ഒരു ഡോക്ടർ വീട്ടിലിരുന്ന ശരിക്കും ഒരു ആസ് എ ഡോക്ടർ വീട്ടിലൊരു വൈഫ് ഉള്ളപ്പോൾ എന്തൊക്കെ ശരിക്കും ഗുണങ്ങളുണ്ട്? ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടറെ അന്വേഷിച്ച് പുറത്തു പോകണ്ട. നമുക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ചികിത്സ എന്തെങ്കിലും വേണമെങ്കിൽ പോയാൽ മതി. ചെറിയ പരിപാടിക്കൊക്കെ ഉള്ള ആള് വീട്ടിലുണ്ട്. ഒരു MBBS കാരിക്കൊന്നെ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. കാരണം ആള് ഈ പറഞ്ഞ പോലെ വീട്ടിലെത്തുമ്പോ വൈഫാണ്. അങ്ങനെ ഒരു ഡോക്ടർ സാധനം ഒന്നല്ല. പിന്നെ ചില അതിപ്പോ ഡോക്ടർ എന്നല്ല, നമ്മളൊരു മാരേജ് കഴിയുമ്പോൾ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കുറെ ശീലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവും. അതിപ്പോ ഒരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല. അപ്പൊ എനിക്ക് എന്റെ കുറെ ശീലങ്ങൾ മാറി. അത് നന്നായോന്ന് ചോദിച്ചാൽ ശരിക്ക് നന്നാവുകയാണ് ചെയ്തത്. അതേപോലെ അയാളുടെ കുറെ റുട്ടീൻസിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചില ശീലങ്ങൾ മെയിനായിട്ട് ഇപ്പോ ഇവിടെ പറയാൻ പാടുണ്ടല്ലോ, നമ്മളെ ഇറക്കി അതാ പറയാ എല്ലാരും ഈ തല തോർത്തിയ സാധനം ബെഡിലിട്ടാ പിന്നെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അതേപോലെ അത് ഏതൊക്കെ സിനിമയിൽ ഞാൻ കണ്ടോണ്ട് ഇപ്പൊ ഇനി ഇവിടെ പറയാലോ, പ്രശ്നമല്ല. ഈ തല തോർത്തിയ ടർക്കി എങ്ങനെ വന്നാലും ഇപ്പൊ ഞാൻ കറക്റ്റ് തിരിച്ച് വാഷ്റൂമിൽ തന്നെ കൊണ്ടുവെക്കും. മാറ്റങ്ങൾ വന്നു. അതേപോലെ എങ്ങനെയായാലും ബെഡ് ഇപ്പൊ ഇടിയിച്ച് കഴിഞ്ഞാൽ ഞാൻ ബെഡ് വിരിച്ചിടും. കാരണം ചില സമയത്ത് ഇപ്പൊ എനിക്ക് ഫ്രീ ഉള്ള ദിവസമാണെങ്കിൽ ആള് നേരത്തെ പോകും ഡ്യൂട്ടിക്ക്. അപ്പൊ ഞാനായിരിക്കും പിന്നീട് എണീച്ച് വരിക. അപ്പൊ ആ എണീച്ച് വരുമ്പോ ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ട് പലപ്പോഴും ഞാൻ മനഃപൂർവ്വം വിചാരിക്കും ഞാൻ ഇങ്ങനെ മാറേണ്ട ആവശ്യമില്ല, എന്തിനാ ഞാൻ മാറേണ്ടത്, എന്റെ വീട് എന്റെ റൂമല്ലേ. എന്നിട്ട് ആ ഡോറിന്റെ അടുത്ത് എത്തുമ്പോ ബെഡിലേക്ക് നോക്കുമ്പോ എന്തോ ഒരു പ്രയാസാ. അതെന്ത് അങ്ങനെയാണ് ആയി വരും നമ്മള് ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു കയറിയിട്ടൊക്കെ ബെഡ് വൃത്തിയാക്കി വെച്ച ദിവസങ്ങളുണ്ട്. പിന്നെ ഈ നോട്ട്സ് ഉണ്ടാവും. ഈ നമ്മളൊരു ഡ്രസ്സിങ് ഏരിയയിൽ ഒരു വലിയ മിറർ ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ നോട്ട്സ് ഉണ്ടാവും. അപ്പൊ ചില ദിവസം ഇന്ന് രാവിലെ ഞാനൊരു നോട്ട് കണ്ടിട്ടുണ്ട്. അതൊന്നുമില്ല, അത് നിങ്ങൾ ഇന്റർവ്യൂവിന് വരും എന്നുള്ളത് കൊണ്ട് എന്നോട് പറഞ്ഞു കുറച്ച് വൃത്തിക്കും മെനക്കൊക്കെ നിൽക്കണം, ഒന്ന് മുടി വാരണം. ഞാൻ കൈ കൊണ്ട് മുടി ഇതാക്കും. അങ്ങനെ ഒരു എപ്പോഴും പ്രസന്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. പറഞ്ഞ് ഒന്ന് ഇങ്ങനെ ആവണം, ഏതെങ്കിലും നല്ലൊരു ഷർട്ടും പാൻറ്റും എടുത്തിടണം അങ്ങനെ. അപ്പോ ഈ നോട്ട്സ് കാണുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊന്നും നമുക്ക് ശീലമില്ലാത്ത, ഇപ്പൊ നമ്മളെ സിസ്റ്ററോ മദറോ ഒന്നും വർക്കിംഗ് ആണെങ്കിൽ ഇവരാരും അങ്ങനെ നോട്ട്സ് വെച്ച് പോണ ആളല്ല. ഇയാള് വന്നപ്പോഴാണ് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു പേപ്പറും ഈ നോട്ട്സും ഒക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പം നമ്മൾ എണീക്കുന്നതിന്റെ മുന്നേ ആള് പോയിട്ടുണ്ടെങ്കിൽ എണീറ്റ് ഞാൻ ആ ഡ്രസ്സിങ് ഏരിയന്റെ ഡോറ് തുറക്കുമ്പോ നോട്ട് കണ്ട അപ്പൊ മനസ്സിൽ ഓ എന്താ പണി. അപ്പൊ നോക്കുമ്പോണ്ടാവും ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതിൽ വെച്ചിട്ടുണ്ട്, ഇത് ഇതാക്കണം, മറ്റേത് വെക്കണം. അപ്പൊ ചിലപ്പോൾ വലിയ പണികളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചതായിരിക്കും. ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യും, ആരും വീട്ടിലില്ലാത്തതുകൊണ്ട്. ചിലപ്പോൾ സാധനം അവിടെ ഉണ്ടാവും, ഞാനൊരു എടുത്തേക്കുള്ള മടി കൊണ്ടോ. പണ്ടൊക്കെ ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആളാ. അതായത് ഈ ഉമ്മ വർക്കിംഗ് ആണ് ചെറുപ്പം മുതലേ. അപ്പൊ ഞാനും എന്റെ ബ്രദേഴ്സ് ഒക്കെ എന്ത് സാധനം ഉണ്ടെങ്കിലും കുക്ക് ചെയ്യും. അത്യാവശ്യം ഞങ്ങൾ കുക്ക് ചെയ്യും. പക്ഷെ വൈഫ് വന്നോടുകൂടി ഞാൻ ഭയങ്കര മടിയനായി. കാരണം ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്, നന്നായിട്ട് കുക്ക് ചെയ്യും ചെയ്യും. ഉള്ള കാര്യം പറയണല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഇത്രയും വർഷം കൊണ്ട് ഞാൻ എന്തായിന്ന് വെച്ചാല് ഈ കുക്കിംഗ് ഇപ്പൊ ഞമ്മക്ക് പോയിട്ട് കുക്ക് ചെയ്യുക അല്ലെങ്കിൽ എടുത്ത് കഴിക്കണതിനോടൊക്കെ ചെറിയൊരു മടി വരാൻ തുടങ്ങി. നമ്മളെ വഷളാക്കാണല്ലോ ചെയ്യുക, അവര് എടുത്ത് തന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട്. അപ്പൊ ഇപ്പൊ കുറെ ഒക്കെ ആയിട്ട് ഞാൻ ചിലപ്പം ആരും ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യും. അപ്പൊ അതുപോലത്തെ നോട്ട്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അധികം ഉണ്ടാവില്ല. ഒക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അത് അവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്, അയൺ ചെയ്ത് വെച്ച സാധനം പുറത്തുണ്ട്. ഇപ്പം ലവ് മാരേജ് ആയിരുന്നു. അതെ അതെ അതെ, ലവ് മാരേജ് എവിടുന്നാണ് കണ്ടുപിടിച്ചത് ശരിക്കും? പഠിക്കുമ്പോ ഒരുമിച്ച് പഠിച്ച ഒരു ബാച്ചിലുള്ള ഒരു ബാച്ചിലാണ് +1 +2 പഠിച്ച ഒരു ബാച്ചിലുള്ള ആൾക്കാരാ. ഓക്കെ. പക്ഷെ അതൊരു എന്താ പറയാ അങ്ങനെ ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി ഒന്നും അല്ല. അങ്ങനെ
ഐ ലവ് യു എന്ന് പറയാ, അങ്ങനത്തെ ഒരു സാധനം ഒന്നല്ല. നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സർക്കിൾ കുറവായതുകൊണ്ട് തന്നെ ഞാൻ നമ്മളോട് പെട്ടെന്ന് അടുക്കുന്ന ആൾക്കാരായിട്ട് ഇമോഷണലി പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും. അങ്ങനത്തെ അറ്റാച്ച്മെന്റ്സ് എനിക്ക് ഒരുപാട് വേദനകളും തന്നുന്നുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരുപാട് സ്റ്റോറി. അപ്പോൾ നമ്മളെല്ലാരോടും ഒരുപോലെ അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെ നിന്ന് പോകുന്ന ഒരാൾക്കാരാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാരോട് അടുക്കാൻ ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൽ ഇങ്ങനെ ഓരോ പ്രായം കഴിഞ്ഞ് വരുന്നതിനനുസരിച്ച് ഇപ്പൊ ഞാൻ കൂടുതൽ അകലാനെ ശ്രമിക്കുക. ഒരാളോടും സൗഹൃദം വന്നു കഴിഞ്ഞാൽ അധികം അടുക്കണ്ടെന്ന് മനഃപൂർവ്വം ഞാൻ എന്നോട് തന്നെ പറയാം, അടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഞാൻ അടുത്ത് കഴിഞ്ഞാൽ ആ റിലേഷനിലേക്ക് ഞാൻ ഭയങ്കര വൾണറബിൾ ആയിട്ട് അങ്ങോട്ട് പോകും. അതെന്തായാലും ഒരു ദിവസം നമുക്ക് ഒരു പെയിൻ ഉണ്ടാക്കും. കാരണം ഓപ്പോസിറ്റിലുള്ള ആള് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മളിപ്പോ ഇത്രയും ഡീപ്പ് ഇമോഷനിലേക്കൊക്കെ എന്തിനാ പോകുന്ന, ഒരു സൗഹൃദത്തിലാണേലും ശരി എന്തിലാണേലും ശരി എന്നൊക്കെ ആയിരിക്കും പലർക്കും ഉണ്ടാവുക. പക്ഷെ അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒന്നങ്ങനെ നിൽക്കുക. ഇപ്പൊ ഇതിലൊക്കെ എന്താ സംഭവിച്ചു വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്ഷിപ്പായി. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒക്കെ എപ്പോഴെങ്കിലും ഒരു കോളൊക്കെ വരും, വീട്ടിലേക്ക് ഒരു പെരുന്നാളിനൊക്കെ വരുമ്പോ ഒക്കെ എന്താ വിശേഷം, ഉഷാറല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ എന്നെ വിളിച്ചു നോക്കാൻ ഒരു ഗേൾ ആയിട്ടുള്ളൊരു ഫ്രണ്ട് അയാൾ മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയൊക്കെ എന്നെ അധികം ആരും വിളിക്കുമല്ലോ, എൻ്റെ ഫോണിൽ അങ്ങനെ റിങ് ഇങ്ങോട്ട് വരില്ല. ഞാനിപ്പോൾ ഈ ജോലി ചെയ്യണോ, ജോലിൻ്റെ ഭാഗമായിട്ടുള്ള കോൾ അല്ലാണ്ട് എന്നെ വിളിച്ചിട്ട് എന്താ ജാസെ സുഖല്ലേ, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കാൻ ഒരു 1-2 ആളൊക്കെ ഉണ്ടാവും. അതന്നെ വളരെ റയർ. അത് എൻ്റെ പ്രശ്നം കേട്ടോ, ഞാൻ ഇവരോട് അങ്ങനെ കീപ്പ് ചെയ്യൂല. അപ്പോൾ അങ്ങനെ ആ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിച്ചു നോക്കാൻ ആകെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ദിൽഫായിരുന്നു. അപ്പൊ അതങ്ങനെ അങ്ങോട്ട് ആയി. അതങ്ങനെ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. പിന്നെ ഒബ്വിയസ്ലി MBBS പഠിക്കുന്ന സമയത്ത് മാരേജിന്റെ ഒരു സമയമൊക്കെ ആയപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ പറഞ്ഞു, സംഗതി എന്താന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു. പക്ഷെ അതൊരു അറേഞ്ച്ഡ് പോലെ തന്നെ അങ്ങനെ പോയി. ഇപ്പൊ ഒറ്റ പെൺസുഹൃത്തെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം എല്ലാ ആൺകുട്ടികളുടെ ലൈഫിൽ ഒരു പെൺസുഹൃത്ത് വേണമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അത് ചിലപ്പോൾ എൻ്റെ മാത്രം കേസൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ രസം. അത് ഇപ്പൊ ചില ആൾക്കാർ പറയാം അത് ആവശ്യമില്ല, അതായത് അങ്ങനെ ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതുണ്ടെങ്കിൽ രസമാണ്. പക്ഷെ അതില്ലാത്ത ലൈഫ് ബോറിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതായത് ഒരു പെൺസുഹൃത്തില്ലാത്ത ഒരാളുടെ ലൈഫ് ബോറിംഗ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതുണ്ടാകുമ്പോൾ ഒരു രസം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമോഷണൽ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള. ഇപ്പൊ പലപ്പോഴും പറയും നമ്മളെല്ലാവരും ഈ ഇക്വാലിറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ ഒന്നാണ്, ഒരേപോലെ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരേപോലെ അല്ല എന്ന് എനിക്കെപ്പോഴും തോന്നലുണ്ട്. ഞാൻ ഇമോഷണൽ സൈഡിലാട്ടോ പറയണത്. ചിലപ്പം ബസ് ഓടിക്കാനും ക്രെയിൻ ഓടിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയാൻ മതി. ഇമോഷണൽ സൈഡിൽ ആലോചിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയണത് ആണുങ്ങളുടെ ഒരു ഇമോഷണൽ സൈഡ് പെണ്ണുങ്ങൾക്കും മുഴുവനായിട്ട് ഇതുവരെ മനസ്സിലായില്ല. അതേപോലെ സ്ത്രീകളുടെ മനസ്സിലാക്കാൻ ചിലപ്പോൾ പലപ്പോഴും ആണുങ്ങൾക്കും പറ്റാറില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇപ്പൊ കുറെ ഇൻഫ്ലുവൻസ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും നമ്മൾ ചിന്തിക്കും. ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന മറ്റ് ആൾക്കാരായിരിക്കും. അങ്ങനെ ഒരു ഈ ഫീൽഡിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ ഈ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷനോ അല്ലെ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണക്റ്റഡ് അല്ല. അത് അവര് ശരിക്കായിട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ ആക്റ്റീവായിട്ട് ഇതുമായിട്ട് ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് ഞാൻ ബോധപൂർവം അതിൽ നിന്ന് മാറി നിന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് അതിലേക്കൊന്നും പോയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരും കണ്ടു പരിചയമോ നേരിട്ട് പരിചയമോ ഇല്ല. ഞാൻ ഈ ഞാൻ കാണുന്ന റീലിലുള്ള ആളുകളെ പോലും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടില്ല. ഞാനൊരു ഇവന്റിനോ പ്രത്യേകിച്ച് അങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോകാത്തതുകൊണ്ട് ആരും ഞാൻ കണ്ടില്ല. ഈ അടുത്ത് ഹനാൻ ഷാനെ കണ്ടു. അത് ബൈ ചാൻസ് ഞങ്ങൾ ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്തു. പുള്ളിനെ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് കാണുന്നതാ. ഞാനല്ലാണ്ട് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ് അയച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ സാഫ് ബോയ് ആയിട്ടോ ജുനൈസ് ആയിട്ടോ ഒക്കെ ഉണ്ടെങ്കിലും ആരെയും ഞാൻ നേരിട്ട് കണ്ടില്ല. പിന്നെ ഇൻസ്റ്റയിൽ കണ്ടു ഹനാനായിട്ടുള്ള ഒരു ഫോട്ടോ. അത് ഇല്ല, അത് നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ട്, വീഡിയോസ് ഇപ്പോൾ അവന്റെ സാധനം ഞാൻ കാണുന്നുണ്ട്, എൻ്റെ അത് കാണുന്നുണ്ട്, എല്ലാം അറിയാം. പിന്നെ അവരുടെ കാര്യങ്ങൾ നമുക്ക് എല്ലാവരെയും അറിയാം, അവരുടെ വീട്ടിലുള്ള. പക്ഷെ നേരിട്ട് കാണുന്നത് വളരെ യാദർശികമായിട്ടാണ്. ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ ഒരുപാട് സംസാരിച്ചു. കാരണം രണ്ടാൾക്കും പരസ്പരം ഒരുപാട് അറിയുന്ന പോലെയാണ് സംസാരിക്കുന്നത്. നമ്മൾ കണ്ടിട്ട് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഓൾറെഡി സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പൊ നേരിട്ട് നമുക്ക് അറിയുന്ന ഒരാളായിട്ട് നമുക്ക് അല്ല, എന്താ പറയുക, നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കാണണം, മീറ്റ് ചെയ്യണം, നമ്മൾ കൊളാബ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് പോയാൽ എല്ലാവരെയും നമുക്ക് കാണാതാക്കാം. പക്ഷെ അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അതിന് അങ്ങനെ ഒരു രീതിയിലേക്ക് എടുത്തില്ല എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഈ വീഡിയോ കാണുന്ന മെസ്സേജ് അയക്കുന്നൊക്കെ ഒരു പരിചയം അല്ലാതെ നേരിട്ട് ആരെയും കണ്ടില്ല. ഇവനെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ പണ്ട് ബാസിമാണ് ഫസ്റ്റ് ഞാൻ കാണുന്ന ആള്. ബാസിമാണ്. ആ കോവിഡ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ബാസിമിനാണ് ആദ്യമായിട്ട് കാണുന്നത്. ഒരു വീട്ടിലൊരു ഫംഗ്ഷന്
പങ്കെടുത്തിരുന്നു. അതല്ലാതെ പിന്നെ വേറെ കണക്ഷൻസ് ഒന്നുമില്ല. നമ്മള് ഇങ്ങനെ ഒറ്റത്തടി മാതിരി ഒറ്റയ്ക്ക് നമ്മളെ വീഡിയോയിൽ നമ്മൾ തന്നെ ഉള്ളൂ. അത് ആരോ നിന്നോട് ചോദിച്ചു വേറെ ആരെയും കൂട്ടൂലല്ലോ. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു, അതെന്താ റീസൺ? പൊതുവെ ഇങ്ങനത്തെ കോമഡി കോണ്ടന്റ് ചെയ്യുമ്പോൾ മറ്റേ ഇൻഫ്ലുവൻസറെ ആഡ് ചെയ്ത് കൊളാബ് ചെയ്തൊക്കെ ഒരുമിച്ചൊരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവരുടെ സലീം കുമാർ പറഞ്ഞ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണ്ട, പിന്നീട് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകണ്ട. നമ്മളെ ഒരു എപ്പോഴും ഞാൻ കുറച്ച് റിസ്ക് എടുക്കാൻ മടിയുള്ള ആളാണ്. കുറച്ച് അങ്ങനെ മതി എന്നുള്ളത്, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ പോകണ്ട. പിന്നെ അതൊരു ഞാൻ പറഞ്ഞല്ലോ, ബന്ധം പേടിയാണ് സത്യം പറഞ്ഞാൽ. ഒരു പരിധി വിട്ട ബന്ധങ്ങളിലേക്ക് പോയിട്ട് നാളെ അത് എന്തെങ്കിലും ഒന്ന് മതി എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ചിലപ്പോൾ വർഷങ്ങളോളം ആ വിഷമം കൊണ്ട് കിടക്കും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇപ്പൊ ഞാൻ മൈഗ്രെയിൻ ഉള്ളതാണ്. അപ്പൊ മൈഗ്രെയിന് പണ്ട് കുറെ ചികിത്സ എടുത്തപ്പോൾ ഒരു ഡോക്ടർ അവസാനം എന്നോട് പറഞ്ഞു, ഡോക്ടർക്ക് കാര്യം മനസ്സിലായി, ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിപ്പോ എന്താ സംഭവം വെച്ചാല് സാഹചര്യം ഇല്ലാതാക്കാറുണ്ട്. അതായത് സിറ്റുവേഷൻസ് ആണല്ലോ. മൈഗ്രെയിനെ കുറെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, ലൈറ്റ്, സൗണ്ട്, സ്മോക്ക്. പിന്നീട് പറഞ്ഞ് കുറെയൊക്കെ ആ സിറ്റുവേഷനുകളിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ നമുക്ക് ഈ തലവേദനകൾ ഒഴിവാക്കാം. പുള്ളി പറഞ്ഞത് എനിക്ക് 2 കാര്യത്തിന് ഉപകാരപ്പെട്ടു. ഒന്ന്, മൈഗ്രെയിനിൽ വരാതെ നിൽക്കാനുള്ള ശ്രദ്ധിക്കുക. 2 ഇമോഷണൽ ഡാമേജുകൾക്കും അത് ഉപകാരപ്പെട്ടു. കാരണം നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനുകളിലേക്ക് പോവാതെ നിന്നാൽ, അതുപോലത്തെ സിറ്റുവേഷനിലേക്ക് വന്ന് വീഴാതെ വന്നാൽ നമുക്ക് കുറെ അതുപോലത്തെ തലവേദനകൾ ഒഴിവാക്കാം. അപ്പൊ നമ്മൾ ഇമോഷണലി മോശമാവും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് പോകാന്നാ പോരെ. അത്ര വലിയ ബന്ധങ്ങളിലേക്കും അത്ര വലിയ അടുപ്പങ്ങളിലേക്കും പോകണ്ട. കാരണം നാളെ നമുക്ക് ഇല്ലാതാകുമ്പോൾ ഒരുപാട് വിഷമമാവും. എനിക്ക് തോന്നുന്നു ഞാൻ വന്നപാടെ കുറെ ഇതേ പോയിന്റ് പറയുമ്പോ എവിടെയോ നല്ല പണി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറി എന്തോ ഉണ്ട്. അതാണ് ഈ കഥയിൽ മുഴുവൻ. അതായത് അതെന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. അത് ബാക്ക് സ്റ്റോറി ഇല്ലാത്ത ആരുമില്ല. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. പക്ഷെ അതിപ്പം പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ചില സാധനം നമുക്ക് നമ്മളെ ഉള്ളിൽ അങ്ങനെ അതങ്ങനെ നമ്മളൊരു സീക്രട്ട് ആയിട്ട് വെച്ച് ചില സമയത്ത് ഞാൻ ആലോചിക്കും, അത് ആലോചിച്ച് വിഷമിക്കുന്നതിനൊരു സുഖമുണ്ട് അല്ലേ. ചില സമയത്ത് നമ്മൾ മാത്രം ആവുന്ന സമയത്ത് ചിലപ്പോൾ അത് ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും, എന്തിനായിരുന്നു, അതൊന്നും വേണ്ടില്ലായിരുന്നു തോന്നും. പക്ഷെ നമുക്കൊന്നും തിരുത്താൻ കഴിയുമല്ലോ, കഴിഞ്ഞു പോയ കാര്യമല്ലേ. പക്ഷെ ആ പെയിൻ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നും വേണ്ടൊക്കെ തോന്നുമെങ്കിൽ ചില സമയത്ത് എനിക്ക് തോന്നും അതിനൊരു രസമാണ്. പക്ഷെ അത് അത്രയും നമ്മൾ മാത്രമുള്ളൊരു സ്പേസിലെത്തുമ്പോൾ ഇങ്ങനെ തോന്നും അത് ആലോചിച്ചിട്ട് വിഷമിക്കാനും ഒരു സുഖമുണ്ടെന്ന്. സത്യം. പണ്ട് അഭിനയത്തിനോട് താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ ആക്റ്റീവ് ആയത്. ഇത്ര വർഷം പിന്നെ ജോലിയിൽ ഫോക്കസ് ചെയ്ത് കൊറോണ വരേണ്ടി വന്നു സത്യത്തിൽ. വീണ്ടും അത് പൊടി തട്ടിക്കുക, അല്ലെങ്കിൽ അഭിനയം ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നോ? എങ്ങനെയാ? അല്ല, ഷുവറായിട്ടും അഭിനയം എന്നുള്ളത് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് അഭിനയം. കാരണം നമുക്ക് അതിന്റെ ബാക്കോട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്കോ ഒരു ഡയറക്ഷൻ സൈഡിലേക്കൊന്നും നമ്മളൊന്നും ആലോചിച്ചില്ല. നമ്മൾ അഭിനയിക്കാൻ തെരുവ് നാടകം വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ആ അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ആക്ച്വലി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടീമുണ്ട്, ഫ്രണ്ട്സിൻ്റെ. ആ ടീം നമ്മൾ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുക, മത്സരങ്ങൾക്ക് അയക്കുക, ഇതൊക്കെ ചെയ്തു പോകുന്നത്. 8ാം ക്ലാസ് മുതൽ നമ്മൾ ചെയ്ത് ഒരു +2 വരെ വളരെ ആക്റ്റീവായിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പാതാളം മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേ വലിയ പേരൊക്കെ ഇട്ട് നമ്മൾ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുക, CD ഉണ്ടാക്കിയിട്ട് CD നടന്ന് വെക്കും. അത്രയും ഇതിനോട് ഇഷ്ടമുണ്ടായിട്ട് കുട്ടികളാണ് ഡിജിറ്റൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യും. അന്നേ എഡിറ്റിംഗിൽ താല്പര്യമുള്ള ഒരാള്, ഡയറക്ഷനിൽ താല്പര്യമുള്ള ഒരാള്, അഭിനയത്തിൽ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ. അപ്പൊ എല്ലാത്തിനും വിങ് ഉണ്ട്. ഈ പാതാളം ടീം ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ സിനിമയിൽ എവിടെയെങ്കിലും ഉണ്ടോ? സോഷ്യൽ മീഡിയയിൽ പാതാളം ടീം എവിടെയില്ല, പാതാളത്തിലായി പോയി ടീമൊക്കെ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഗൾഫ്, ജോലി, ജീവിതം ആയിട്ട് പോയി. +2 വരെ നമ്മളൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഇവിടുത്തെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഹൈസ്കൂള്, +2 ഒക്കെ എല്ലാവരും ഒരുമിച്ച്. ഡിഗ്രി എത്തുന്നതോടുകൂടി നമ്മളെല്ലാവരും മാറി പോയി. പിന്നെ ആ ഒരു സാധനം കൊണ്ട് പിന്നെന്താ വെച്ചാൽ ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ നമുക്ക് അന്ന് കുട്ടികളായതുകൊണ്ട് ആരും ഒന്നും പറയില്ല. ഡിഗ്രി ഒക്കെ എത്തുമ്പോഴത്തേക്ക് പിന്നെ ഇനി സിനിമ, ക്യാമറ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നടക്കുമ്പോൾ ആരും പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ എല്ലാരും ഒക്കെയാണ്. ഇപ്പൊ യൂട്യൂബർ ആണ് മകൻ എന്ന് പറയണേല് ഞാൻ ഈ അടുത്ത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോ അതിലൊരു രംഗന് വല്ലാണ്ട് ചിരിപ്പിച്ചൊരു സാധനമാണ്. പെട്ടെന്ന് ദിലീപേട്ടനെ ഈ ഇതിൽ കാണിക്കുന്നുണ്ട്, യൂട്യൂബിൽ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് കാണിക്കുമ്പോ പ്രിൻസ് പ്ലാൻചോട്ടിൽ നിന്നോന്ന് പറയുമ്പോ അച്ഛനായിട്ട് സിദ്ദീഖിന്റെ ക്യാരക്ടർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു അഭിമാനം. പിന്നെ പുള്ളി വൈറലാകുമ്പോ വീട്ടിലേക്ക് വരുമ്പോ പുള്ളി പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മളെ തറവാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബർ വരുന്നത്. അപ്പൊ അത് കറക്റ്റാണ് ശരിക്കും ആ സാധനം. കാരണം പണ്ട് സിനിമ കാണരുത്, സിനിമ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ട് പഠിച്ച ഒരു ഗ്രാമത്തിൽ വളർന്ന ആളാണ് ഞാൻ.
പിന്നെ നമുക്ക് ടിവിനെ നമ്മള് ചെറുത്താൻ പെട്ടി എന്ന് പറയും, ചെറുത്താൻ പെട്ടി. പിശാജിന്റെ ബോക്സ് എന്ന് പറയും. എന്റെ വീട്ടിൽ 2 TV ഉണ്ട്. അപ്പൊ അതെന്താ സംഭവിക്കണെന്ന് വെച്ചാൽ അത് പിന്നെ നമുക്ക് ഇതൊരു ട്രെൻഡായി, വീട്ടിൽ TV വേണം. ബെഡ്റൂമിൽ ഇപ്പൊ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യുമ്പോൾ അതിലൊരു TV വേണം. ഇപ്പൊ ആൾക്കാർ 75 ഇഞ്ചും 85 ഇഞ്ചും ടിവിക്ക് ഓടി നടക്കുക. അപ്പൊ അങ്ങനെ വന്നു. പിന്നെ നമുക്ക് TV കാണാനായി, അതേപോലെ സിനിമ കാണാനായി. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ ഞങ്ങളെ നാട്ടിലെ കഥയാണ്. ആ സിനിമ വന്നതോടുകൂടി എന്റെ ഗ്രാമം മൊത്തം തിയേറ്ററിൽ പോയി ഉണ്ടാവണം, ഒരു പരിധി വരെയുള്ള എല്ലാവരും തിയേറ്ററിലെത്തി. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളേതായ ആളുകൾ സിനിമകളിലേക്ക് വരുന്നു, ഡയറക്ഷൻ സൈഡിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ വരുന്നതോടുകൂടി നമുക്കെല്ലാം ഓപ്പൺ ആവുകയാണ് അങ്ങനെ ഓരോ സമയത്ത്. അപ്പൊ ഇപ്പൊ ഏറെക്കുറെ നമ്മൾ നിൽക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫ്രീഡം ഉള്ള, മീൻസ് ഈ മീഡിയ ഫ്രീഡം, നമുക്കൊക്കെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യണതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അത്ര വലിയൊരു പ്രോത്സാഹന സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു സമയമല്ല. പിന്നെ ഈ പ്ലാറ്റ്ഫോമുകളും ഇല്ല. ഇതിപ്പോ 90s ആൾക്കാർ ഇത് പറയുമ്പോ ഇപ്പത്തെ ജനറേഷൻ എന്താ സിനിമക്ക് പോയ ക്ലാസ് ഒക്കെ ഇത് പോയാൽ എളുപ്പല്ലേ? ഇവിടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ പെൺകുട്ടികളൊക്കെ വീട്ടിലിപ്പോ ഈ അടുത്തിന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ. അപ്പൊ ഓനൊക്കെ ഉപ്പനോടൊരു കാര്യം പറയാൻ തന്നെ പേടിയാ. അവന്റെ ചെറിയൊരാളുടെ അനിയത്തി ഓളിങ്ങനെ ഇറങ്ങി പോകുമ്പോ ചോദിച്ചല്ലേ ഉപ്പരിങ്ങനെ ഇരിക്കണ ഒരാളാ ഇങ്ങോട്ടാന്ന് ചോദിച്ചല്ലേ, ഞാൻ സിനിമക്ക് പോയി വരാം. ഓൻ പറയാ ഇയാളോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇതുവരെ നുണ പറഞ്ഞാ പോയത്. ഇവൻ ഈ കാലയളവ് മുഴുവൻ നുണ പറഞ്ഞാ പോയത്. ഇവൻ ചോദിക്കുക, കാരണം ഇവളത്ര കൂളായിട്ട് പറഞ്ഞു പോയി. ഇപ്പത്തെ ആൾക്കാരാണ്. ഇവൻ ചോദിക്കുക എന്നാ പിന്നെ ഞമ്മക്കും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അത് പറയാനുള്ള ധൈര്യം നമുക്കില്ല. പുള്ളി എന്തോ ചെയ്യോ പറയോ എന്നുള്ള പേടിയാണ്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ഫേസ് ആണ് നമ്മളെ പേരൻസിന്റെ കണ്ടത്. പക്ഷെ ഇപ്പൊ ഉള്ള ആൾക്കാർ, ഇപ്പൊ നമ്മളെ ഏറ്റവും ചെറിയ സിബ്ലിങ്സോ അല്ലെങ്കിൽ ഈ ഒരു ഏജിലുള്ളവര് പേരൻസ് അവരെടുത്തു ആ നമ്പർ ഇറക്കണില്ല. നമ്മളെടുത്ത് ഇറക്കിയ നമ്പറൊന്നും അവരെ ഇറക്കണില്ല. ഇപ്പത്തെ ഒരു കുട്ടീനോട് എനിക്കറിയില്ല ബെൽറ്റ് ഊരി അടിക്കുന്ന പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ മറ്റേ കേറി കോടതി കയറി ഇറങ്ങാൻ നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മക്കൊക്കെ ആദ്യത്തെ ടൂള് ബെൽറ്റാ വരിക. അങ്ങനെ അടിച്ചു ഉപദ്രവിച്ചെന്നല്ലോ പേടിപ്പിക്കാൻ ബെൽറ്റ് എടുക്കുക. ഇപ്പൊ ബെൽറ്റ് എടുത്ത് കാണിച്ചാൽ തന്നെ കേസാ. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാമില് നമ്മുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകള് നമ്മുടെ ക്യാമറ ഒക്കെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യുന്നു. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വലിയ ക്രൂ, ഒരുപാട് ആളുകള്, നമ്മള് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഈ ചെറിയ റൂം അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടബിൾ സ്പേസിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് ഒരാൾക്ക് സംസാരിച്ച് സെറ്റ് ആവാൻ ടൈം എടുക്കുന്ന ആള് എങ്ങനെയാ അത് മാനേജ് ചെയ്ത്? ഇല്ല, ഒന്ന് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തരുന്ന കംഫർട്ട് ഭയങ്കര സംഭവം. നിങ്ങൾ പറഞ്ഞ പോലെ 2 ദിവസം മുന്നേ മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ ഈ കഠിന കടവരത്തിനാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നത്. 2 ദിവസം എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം എങ്ങനെ എന്ത് ഏതെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ അവിടെ എത്തി ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വലിയൊരു ഭീമാകാരത്തൊന്നും അത്ര അറിയില്ല. ഇതിന്റെ ഇടക്കാലത്തൊക്കെ ഞാൻ ഒന്നിനോട് ഷൂട്ടിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ അവിടെ എത്തി. പക്ഷെ അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണുന്നത് കോസ്റ്റ്യൂമറിനാണ്. കോസ്റ്റ്യൂമർ എന്നെ കൊണ്ടുപോയിട്ട് മറ്റേ മുടി വെട്ടാൻ കൊണ്ടുപോയി. അപ്പൊ അവര് ഹെയർ ഡ്രസ്സ്, അതിലൊരു ചെറിയൊരു സമയം കൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കമ്പനി ആയി ആ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ. പിന്നെ ഈ ബേസിലിന്റെ കൂടെ അഭിനയിക്കണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എഡിനോട് പറഞ്ഞു പെട്ടെന്ന്, കാരണം നമ്മൾ അങ്ങനെ ഒരു ഹീറോ ആക്കി വെച്ച ഒരാളല്ലേ, അപ്പോൾ ഒന്ന് കണ്ടൊന്ന് സംസാരിച്ച ബുദ്ധിമുട്ടില്ലായിരുന്നു തന്നെ. പക്ഷെ കോസ്റ്റ്യൂം ഒക്കെ ചെയ്തതിനു ശേഷം ഡയറക്ടറിനെ വിളിച്ചിട്ട് ബേസിൽ സാറിനെ പരിചയപ്പെടുത്തി ഞങ്ങളൊരു 2 മിനിറ്റ് സംസാരിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഷൂട്ടിലേക്ക് പോയത്. വലിയൊരു കുഴപ്പം തോന്നില്ല. പിന്നെ ഈ ജോണി സാറുമായിട്ടുള്ള സമയത്തും എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ അവര് നമ്മളടുത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമാണ്, ഞാൻ ഫസ്റ്റ് ടൈം ജോണി ആന്റണി സാറിനെ കാണുന്നത്. ഞാൻ അന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയി, ജോണി ആന്റണി സാർ ഉണ്ടാവും എന്നുള്ള, എനിക്ക് കാണണം. എനിക്ക് വേറെ ഒന്നല്ല, എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, എനിക്ക് CID മൂവീസ് അത്ര ഇഷ്ടമാണ്. നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് സിനിമ ചെയ്ത ആൾക്കാരാണല്ലോ. അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിനെ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് പാൻറ്റില്ലാതെ നിൽക്കുമ്പോഴാണ്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അതെന്താ സംഭവിച്ചു വെച്ചാൽ, കോസ്റ്റ്യൂമിന്റെ വണ്ടിയുണ്ട്. കോസ്റ്റ്യൂമിന്റെ വണ്ടിയിൽ പോലീസിന്റെ യൂണിഫോം എന്താ ഇരുന്നടിക്കുക. അപ്പൊ അതിന്റെ ഉള്ളിൽ കാരവാൻ പോലത്തെ വണ്ടിയാണ്, പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് ഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനം അപ്പല്ല. എന്തോ ഒരു പോലീസ് യൂണിഫോമിന്റെ ഷോർട്ടേജ് വന്നിട്ട് ഇവർ 2 ആൾ ഇരുന്നിട്ട് പോലീസ് യൂണിഫോം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ പെട്ടെന്ന് എന്നോട് കോസ്റ്റ്യൂമർ പയ്യൻ പറഞ്ഞ് ജോണി ആന്റണി സാറിന് വേണ്ടിയിട്ട് അവിടെ കാരവാൻ ഓണാക്കിയിട്ടുണ്ട്, പുള്ളി ഹോട്ടലിൽ നിന്ന് എത്തിയിട്ടില്ല. അപ്പം എന്നോട് തന്നെ ബ്രോ ഒരു കാര്യം ചെയ്യുവാ, നമുക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യാന്നാണ്. പിന്നെ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാൾക്ക് എത്ര പരിഗണന കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കേട്ടത് ഒരു കസാല തരൂല, ചായ കിട്ടൂല. മീൻസ് ഞാൻ കേട്ട പല ഇന്റർവ്യൂവിൽ നമ്മൾ കേട്ടോ. ഞാൻ ചിന്തിക്കുന്നത് മിക്കവാറും ഞാൻ റോട്ടും ഊരേണ്ടി വരും മിക്കവാറും ഡ്രസ്സ്.
കാരണം പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഈ പറഞ്ഞ 2 സ്ഥലത്ത് പോയപ്പോൾ ഉണ്ടായില്ല. നമ്മളോടൊക്കെ പരിഗണനയിൽ തന്നെയാണ് അവർ ചെയ്തത്. അപ്പൊ ഞാൻ എന്നെ ഈ ഡോർ തുറന്ന് ഇവൻ ഇതിൽ കയറ്റി. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവൻ എന്നെയും കൊണ്ട് ഇതിന്റെ ഉള്ളിൽ കയറിയ കാര്യം പുറത്താർക്കും അറിഞ്ഞൂടാ. അപ്പൊ കാരവാന്റെ ഒരാൾ ആ സൈഡിലുണ്ടായിരുന്നു, അയാളത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇവരെ കണ്ണിലെന്താ ജോണി ആന്റണി സാറിന് വേണ്ടി AC ഒക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ച കാരവാനാ. ഇതിനി തുറക്കുന്നു, പുള്ളി വരുമ്പോ കയറുന്നു, ഇതിന്റെ ഉള്ളിൽ 2 ആള് കയറി വരാനാണ്. അപ്പൊ ഇവൻ എന്നോട് ഇതൊക്കെ അവന്റെ ഡ്രസ്സ് വരി ഞാൻ ഇതിട്ട്, അപ്പൊ പാന്റ് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട്. അപ്പൊ ഈ പാന്റിന് ഒരു പ്രശ്നം വന്നു, പാന്റിന് കുറച്ച് ടൈറ്റ്. ഇവൻ ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ കൊടുത്തതായിരുന്നെങ്കിലും ഈ പാന്റിന് ബ്ലേസറിന്റെ പാന്റിന് ചെറിയൊരു ടൈറ്റ് വന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഒരു 1 മിനിറ്റ് ബ്രോ ഒന്ന് ഊരി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ ലൂസാക്കാം, കാരണം ഇത് സിനിമയിൽ ഇത്രയല്ലേ കാണുള്ളൂ. അപ്പൊ ഞാനിവന് മാത്രമല്ലേ ഉള്ളൂ, ഞാൻ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക, പാന്റില്ല. ഹരിശ്രീ അശോകൻ ഏതാ സിനിമ നിന്നവർ, ഞമ്മക്കെന്താ ഡോർ ആരും തുറക്കണില്ല, കാരവാനിൽ നിൽക്കാണ്. ഇവന് സ്റ്റിച്ച് ഇങ്ങനെ ഉരിയോണ്ട് നിൽക്കുക. പെട്ടെന്ന് അതാ ഡോറങ്ങ് തുറക്കുന്നു, ഒരു ടീഷർട്ട് ഇട്ടിട്ട് ജോണി ആന്റണി സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഞാനിങ്ങനെ വിത്തൗട്ടില് പാൻറ്റൊന്നും ഇല്ലാതെ. പുള്ളി നോക്കി എന്താ, ഞാനിങ്ങനെ സാർ ഞാൻ ഇയാളെ കണ്ടു ചെയ്തു, ആകെ പുറത്തെ ക്ലാസ്. പിന്നെ ആ പാൻറ് പിടിച്ച് ഇങ്ങനെ ഇട്ട് പെട്ടെന്ന് എത്തിക്ക് അപ്പുറത്തുനിന്ന് ഒരാളോട് ചീത്ത കിട്ടും. കാരണം എനിക്ക് തോന്നുന്ന പ്രൊഫഷൻ കൺട്രോളറോ പ്രൊഫഷൻ എന്തോ, പുള്ളി ഇവനെ എന്നോടല്ല, നീ എന്താ ചോദിച്ചു. അല്ല അവിടെ ഈ പ്രശ്നം ഉണ്ട്, മറ്റേ സാറ് പറഞ്ഞു പ്രശ്നമല്ല, എന്താ വിഷയം എന്താ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു സാർ അവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനെന്താ എന്താ പറഞ്ഞു. പുള്ളി 2 സ്റ്റെപ്പ് കയറിയിട്ട് മോനെ ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ, പ്രശ്നമല്ലല്ലോ എന്ന് ചോദിച്ചു. അല്ല പ്രശ്നമല്ല. അപ്പൊ അവിടെ ഇരുന്നു. പക്ഷെ എനിക്ക് പിന്നെ അങ്ങോട്ട് ചമ്മല്, കാരണം ഇയാളെ വേനാണ്. പുള്ളി ഇരുന്നപ്പോ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഡിസ്കംഫർട്ടാ. പുള്ളി ഞാൻ നോക്കുന്നില്ലത്തോ, പുള്ളി അങ്ങനെ ഞാൻ കണ്ടില്ലേ, ഞാൻ കാണുന്നില്ലേ, നീ മാറ്റിക്കോ, ഞാൻ കാണുന്നില്ല. ഞാനിങ്ങനെ പക്ഷെ അതോടുകൂടി അതങ്ങ് കഴിഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഈ ലുക്ക് ഇല്ലാതെ അഭിനയിക്കണല്ലോ. ഇപ്പൊ എന്റെ ക്ലോസ് എടുക്കുന്ന സമയത്ത് ക്യാമറ വെച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് നോക്കൂ എന്നാണല്ലോ പറയാ. അപ്പൊ എനിക്കത് ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് റീൽസിൽ മൊത്തം അഭിനയിക്കുന്നതെങ്കിലും ഞാൻ ഇത്രയും നേരം ഇങ്ങനെ പുള്ളി നിന്നിട്ടല്ലേ നിന്നെ. പക്ഷെ പുള്ളി പുറത്ത് നിൽക്കുമ്പം എനിക്കിങ്ങനെ ഡയലോഗ് പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ജോണി സാർ അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് എണീച്ചിട്ട് എന്നിട്ട് നീ ലുക്ക് കൊടുക്കണ്ട, ഞാൻ നിന്ന് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ക്യാമറയുടെ സൈഡിൽ നിന്നിട്ട് നീ എന്നെ നോക്കിയിട്ട് എന്നെ പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി അവിടെ നിന്ന് ഹൈറ്റും കാര്യമൊക്കെ റെഡി ആയല്ലോ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കാരണം ഞാൻ നേരത്തെ പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളിക്ക് ലുക്ക് ഞാൻ തന്നെ നിന്ന് കൊടുത്തതായിരുന്നു. എന്നോട് പറഞ്ഞു നീ എനിക്ക് നേരത്തെ നിന്നല്ലേ, അപ്പൊ ഞാൻ എനിക്ക് നിന്നേരണ്ടേന്ന് ചോദിച്ചു. അത് എനിക്ക് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ്. ഇനി ഇപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ടൈം അഭിനയിക്കാൻ മുമ്പ് തന്നെയാണോ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അതൊരു രസമായിരുന്നു. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം.